ഹലോ എല്ലാവർക്കും സ്മാർട്ട് ആൻഡ് ക്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോസിൻ്റെ ന്യൂസ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് കളക്ഷൻസും സ്റ്റോറേജും പിന്നെ ഫിസിക്കൽ എക്സാമിനേഷനും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഞാൻ നോട്ട് സ്റ്റഡി ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് സ്പെസിമെൻ കളക്ഷൻ്റെ ആ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ആദ്യത്തേന്ന് പറയുമ്പോഴത്തേനും റാൻഡമായിട്ട് സാമ്പിൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ദ പേഷ്യൻസ് ഈസ് ഗിവൺ എ നോൺ സ്റ്റെറൈൽഡ് കളക്ഷൻ കണ്ടെയ്നർ ആൻഡ് ഇൻസ്ട്രക്റ്റഡ് ടു കളക്ട് എ midstream specimen in the container. This type of specimen is used for urine analysis and may not be used for a culture or sensitivity. അതായത് നമുക്ക് റാൻഡമായിട്ട് യൂറിൻ എടുത്തിട്ട് നമുക്ക് അത് കൾച്ചർ ചെയ്യാനോ സെൻസിറ്റിവിറ്റി അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോർമലായിട്ട് യൂറിൻ അനാലിസിസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പേഷ്യൻസിന് നോൺ സ്റ്റെറൈൽഡ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ കൊടുക്കും. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ യൂറിനാണെങ്കിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അടുത്തത് ഫസ്റ്റ് വിവോയ്ഡ് സ്പെസിമെൻ. ദ പേഷ്യൻ്റ് ഈസ് ഗിവ് എ യൂറിൻ കണ്ടെയ്നർ ടു ടേക്ക് ഹോം ആൻഡ് instruct to collect a sample of urine in the first time he or she urinates in the morning. Because stable, the specimen should be returned to the laboratory within 1 hour of collecting. It is not possible. The specimen should be refrigerated until it can be tested. അതായത് ഫസ്റ്റ് വിവോയ്ഡ് സ്പെസിമെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമ്മുടെ കണ്ടെയ്നർ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ മോർണിംഗിൽ എടുക്കുന്ന ഫസ്റ്റ് യൂറിൻ സാമ്പിളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ യൂറിൻ കളക്ട് ചെയ്തതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ലാബിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ അത് റെഫ്രിജറേറ്ററിലോ കാണാൻ വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടില്ല. അടുത്തതാണ് ടൈംഡ് സ്പെസിമെൻ. ടൈംഡ് സ്പെസിമെൻസ് ആർ യൂഷ്വലി ആസ് 24 hours യൂറിൻ കളക്ഷൻ. അതായത് 24 മണിക്കൂറത്തെ യൂറിൻ കളക്ഷനാണ് ടൈംഡ് സ്പെസിമെനകത്ത് നമുക്ക് പറയുന്നത്. ദ പേഷ്യൻസ് ഈസ് ഗിവ് എ ലാർജ് കണ്ടെയ്നർ that is labeled with the patient's name and date. Space is provided to write the time the collection begins and ends. അതായത് പേഷ്യൻസിന് ഒരു വലിയ കണ്ടെയ്നർ വീട്ടിൽ കൊടുത്തുവിടും. അതിനകത്തേക്ക് പേഷ്യൻസിൻ്റെ പേരും അതിൻ്റെ ഡേറ്റും കൊടുക്കും. മാത്രമല്ല അതിനകത്തൊരു ചാർട്ട് പോലെ കാണും. അതിനകത്ത് നമ്മുടെ കളക്ഷൻസ് ചെയ്തതിൻ്റെ ടൈമൊക്കെ നമുക്ക് അതിനകത്ത് എഴുതി വെക്കണം. Before issuing the 24 hours urine container, the type of testing ordered in checked for preservative requirements. The information can be found in the BVH laboratory specimen collection manual and any required preservatives addition in done by the tech. Quaternary labeled as also often applied to quotation patients that the added preservatives may be casetic. And 24 hours urine specimens are also usually required to be refrigerated during the collection period. This information should be recorded on the label applied to the 24 hours container. അതെന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസിന് നമ്മുടെ വലിയ കണ്ടെയ്നർ കൊടുത്തുവിടും. അതായത് 24 മണിക്കൂർ ആ യൂറിൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് BVH ലബോറട്ടറി സ്പെസിമെൻ കളക്ഷൻ മാനുവലിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഉണ്ടാവും. ഇത് 24 hours യൂറിൻ കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെഫ്രിജറേറ്ററിൽ നമ്മൾ അതിൻ്റെ യൂറിൻ സൂക്ഷിച്ച് വെച്ചിട്ട് ആ ഒരു ദിവസം ഫുള്ള് കളക്ട് ചെയ്യും. അപ്പോൾ ആ കൊടുത്തു വരുന്ന കണ്ടെയ്നറിനകത്ത് എന്തെങ്കിലും ഒരു പ്രിസർവേറ്റീവ്സ് ജസ്റ്റ് ഒഴിച്ചിട്ടുണ്ടായിരിക്കും, നന്നായിട്ട് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ടെസ്റ്റ് യൂഷ്വലി ബിഗിൻസ് ഇൻ ദ മോർണിംഗ്. ദ പേഷ്യൻസ് ഈസ് ടോൾഡ് ടു എംപ്റ്റി ദെയർ ബ്ലാഡർ ആൻഡ് ഡിസ്കാർഡ് ദ യൂറിൻ ഇൻ ദ ടോയ്ലറ്റ് ആൻഡ് റെക്കോർഡ്സ് ദ ടൈം ഓൺ ദ ലേബൽ ഓഫ് ദ യൂറിൻ കണ്ടെയ്നർ ഫോർ ദ നെക്സ്റ്റ് 24 hours. All urine must be collected in the container the next day at the same time. The test being the patient eyes their bladder, collects the urine in container and records the time the test ended. The patient should be instructed to avoid ഫേഷ്യൽ കണ്ടാമിനേഷൻ ഓൺ ദി സ്പെസിമെൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പേഷ്യൻസിന് കണ്ടെയ്നർ നമ്മൾ വീട്ടിലേക്ക് കൊടുത്തുവിടും. അതും 24 hours ആയിട്ടുള്ള യൂറിൻ കളക്ഷൻ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ 8 മണി തൊട്ടാണെങ്കിൽ പിറ്റേ ദിവസം 8 മണി വരെ ആ ഒരു 24 hours യൂറിനാണ് എടുക്കുന്നത്. യൂറിൻ എടുക്കുന്നതിൽ
തൊട്ട് മുമ്പ് നമ്മൾ ബ്ലാഡറൊക്കെ ക്ലീനാക്കി, അതായത് നമ്മൾ ബ്ലാഡർ എംറ്റി ആക്കിയതിന് ശേഷം പിന്നെ തൊട്ടുള്ള 24 ഹവേഴ്സാണ് നമ്മൾ യൂറിൻ കളക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ലേബലിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ പേഷ്യൻസിൻ്റെ നെയിമും ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. മാത്രമല്ല യൂറിൻ്റെ അളവും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഫേഷ്യൽ കണ്ടാമിനേഷനൊന്നും ഇതിനകത്ത് വീഴാൻ പാടില്ല എന്നും പറയും. Then the 24 hours urine specimen is brought to the laboratory as soon as possible as the 24 hours period over. അതായത് 24 മണിക്കൂർ യൂറിൻ എടുക്കുമ്പോഴത്തേനും അത് എത്രയും വേഗം തന്നെ നമ്മൾ ലാബിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കാം. അടുത്തതാണ് clean clutch midstream specimen. Patients with order for a urine culture and sensitivity are given the proper midstream urine collection kit and the appropriate instruction sheet. അതായത് നമ്മുടെ യൂറിൻ കൾച്ചറോ സെൻസിറ്റിവിറ്റിയൊക്കെ നോക്കാൻ പേഷ്യൻസിന് ഓർഡർ നൽകുമ്പോഴത്തേനും അവർക്ക് പ്രോപ്പറായിട്ടുള്ള മിഡ്സ്ട്രീം യൂറിൻ കളക്ഷൻ കിറ്റായിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അത് കറക്റ്റായിട്ട് അപ്രോപ്രിയേറ്റ് ഇൻസ്ട്രക്ഷൻസൊക്കെ ലാബിൽ നിന്നും തരുന്നതായിരിക്കും. ഗിവ് ദ പേഷ്യൻ്റ് എ സ്റ്റെറൈൽ യൂറിൻ കളക്ഷൻ കിറ്റ്. ദ കിറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഔട്ട് പേഷ്യൻ്റ് ലാബ്. അതായത് പേഷ്യൻസിന് സ്റ്റെറൈലായിട്ടുള്ള യൂറിൻ കളക്ഷൻ കിറ്റ് കൊടുക്കും. ആ കിറ്റ് നമ്മുടെ ഔട്ട് പേഷ്യൻ്റ് ലാബിലായിരിക്കും അവൈലബിൾ ആയിരിക്കുക. Explain to the patients that an instruction sheet is included in the kit. There are 2 sets of instructions. These are different instructions to male and female. Verify that the patient understand the instructions. അതായത് പേഷ്യൻസിന് ആ കിറ്റിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഷീറ്റ് കാണും. അത് 2 രീതിയിലായിരിക്കും യൂസ് ചെയ്യുക, മെയിലിനും ഫീമെയിലിനും. അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് മനസ്സിലാക്കുക. Male urine culture collection instructions. These are generally instructions. BVH periodically change the company which provided the midstream collection kit. Each manufacturer provides very specific instruction to correlate with their specific type of container. These instructions may vary slightly with the different manufacturers. The current use of the kit instructions are the instruction provided to the patients. അതായത് ഇവർക്ക് ജനറലി BVH കമ്പനി, അതായത് മിഡ് സ്ട്രീം കളക്ഷൻ കിറ്റ് നമ്മുടെ BVH കമ്പനി ഇടയ്ക്കിടയ്ക്ക് അവർ ചേഞ്ച് ചെയ്യുന്നു. സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതായത് മെയിലിനും ഫീമെയിലും സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കിറ്റിനകത്തെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് പേഷ്യൻസ് മനസ്സിലാക്കിയിട്ട് ഇത് യൂസ് ചെയ്യുക. ആദ്യം തന്നെ ചെയ്യേണ്ടത് വാഷ് ഹാൻഡ്സ് തറോലി വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ, റൈൻസ് ആൻഡ് ഡ്രൈസ്. നമ്മുടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യുക. ഓപ്പൺ ദ കളക്ഷൻ പാക്കേജ് ബട്ട് ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ഓഫ് കപ്പ് ഓർ റിം. ഓപ്പൺ ദ പാക്കേജ് ഓഫ് 3 towels. Retract foreskins is present. With the first towel, cleanse the urinary opening of the penis started at the center and work outward. Repeat the cleaning in the same manner with the 2 remaining towels. അതായത് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് നമ്മൾ ആ കപ്പിനകത്ത് നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല കേട്ടോ. അതിൻ്റെ കപ്പിനകത്തോ ആ റിമ്മിനകത്തും. ആ പാക്കേജ് തുറക്കുമ്പോഴത്തേനും 3 ടവൽസ് കാണും. ആ ടവൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ യൂറിനറി ഓപ്പണിംഗ് ആയ പെനിസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അത് 3 പ്രാവശ്യം അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. റിമൂവ് ലിഡ് കെയർഫുള്ളി ഫ്രം ദ കളക്ഷൻ കണ്ടെയ്നർ. ഡു നോട്ട് ടച്ച് ദ ഇൻസൈഡ് ഓഫ് ദ കണ്ടെയ്നർ ഓർ റിം. ജെൻ്റ്ലി ഗ്രാബ്സ് ദ കണ്ടെയ്നർ. അതായത് നമ്മുടെ കണ്ടെയ്നറിൻ്റെ ആ ഒരു ലിഡ് കെയർഫുള്ളായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുക. പക്ഷേ കണ്ടെയ്നറിൻ്റെ ഉള്ളിലോ ആ റിമ്മിനുള്ളിലോ നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. വളരെ ജെൻറ്റിലായിട്ട് യൂസ് ചെയ്യുക. ബിഗിൻ ടു വോയിഡ് യൂറിൻ. ലെറ്റിംഗ് the first 20 to 25 ml passed into the toilet. Position the cup in the stream of urine until the container is about half to third full. Finish voiding into the toilet. അതായത് നമ്മൾ ആ ഫസ്റ്റത്തെ യൂറിന് 20 to 25 ml നമ്മൾ ടോയ്ലറ്റിലേക്ക് പാസ് ചെയ്തതിന് ശേഷം ആ സ്ട്രീമിനകത്തേക്ക് നമ്മൾ 2/3 വരെ നമ്മൾ ആ കണ്ടെയ്നറിനകത്തേക്ക് എടുക്കുക. ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ദ യൂറിൻ specimen, screw the lid on tightly again, being carefully to avoid touching inside the container or lid.
നമ്മൾ യൂറിൻ സ്പെസിമെൻ എടുത്തതിന് ശേഷം നമ്മുടെ ലിഡ് സ്ക്രൂ ചെയ്ത് വെക്കുക ടൈറ്റായിട്ട്. പക്ഷേ കെയർഫുള്ളായിട്ട് ചെയ്യുക. നമ്മുടെ ഇൻസൈഡിൽ കണ്ടെയ്നറിൻ്റെ ഉള്ളിലോ ലിഡിൻ്റെ ഉള്ളിലോ നമ്മൾ കൈ വെച്ചിട്ട് സ്പർശിക്കാൻ പാടില്ല. Bring the specimen to the lab with 1 hour or collection or store in refrigerator for up to 24 hours. നമ്മൾ യൂറിൻ കളക്ട് ചെയ്തതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ലാബിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അഥവാ അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമ്മുടെ റെഫ്രിജറേറ്ററിൽ 24 മണിക്കൂർ വരെ നമുക്ക് സൂക്ഷിക്കാം. അടുത്തതാണ് ഫീമെയിൽ യൂറിൻ കൾച്ചർ കളക്ഷൻ ഇൻസ്ട്രക്ഷൻ. These are generally instruction. BVH periodically change the company with provided the midstream collection kits. Each manufacturer provides very specific instruction to correlate with their specific type of container. These instructions may vary slightly with the different manufacturers. The instructions including in the kit currently is used are the instruction provided to patients. Wash hands thoroughly with the soap and water. Rinse and dries. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതിനകത്ത് എക്സ്ട്രാ പോയിൻറ്റ്സ് ഒന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ കൈ നന്നായിട്ട് കഴുകി സോപ്പും വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. ഓപ്പൺ ദ കളക്ഷൻ പാക്കേജ് ബട്ട് ഡു നോട്ട് ടച്ച് ദ ഇൻസൈഡ് ദ കപ്പ് ഓർ റിം. ഓപ്പൺ ദ പാക്കേജ് വിത്ത് 3 seated on the toilet. Spread labia major with the first towel. Wipe on the side of the labia minora using a single downward stroke. Discard the towel with the second towel. Repeat the procedure on the opposite side of the single downward stroke. Discard the towel with the third towel. Cleanse mentis the single downward stroke. Discard towel. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് 3 ടവൽ ഉണ്ടായിരിക്കും. നമ്മൾ ഒരിക്കലും അതിൻ്റെ കപ്പിനുള്ളിലോ റിമ്മിലോ നമ്മളത് കൈ വെച്ച് തൊടാൻ പാടില്ല. ആദ്യത്തെ ടവല് നമ്മുടെ ലേബിയേൻ്റെ ഇന്നർ ഫോൾഡിൽ നന്നായിട്ട് വൈപ്പ് ചെയ്യുക. ദെൻ ഔട്ടർ ഫോൾഡിൽ വൈപ്പ് ചെയ്യുക. പിന്നെ ആ സെൻറ്റർ ഏരിയയിൽ നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് നമ്മൾ നല്ല ഹൈജീനായിട്ട് വെക്കുക. Remove lid carefully from the collection container. Do not touch the inside the container or rim. Gently grasp the container. അതായത് ആ ലിഡിൻ്റെ മുകൾ ഭാഗം കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക. നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും തൊടാൻ പാടില്ല. എന്നിട്ട് വളരെ ജെൻറ്റിലായിട്ട് തന്നെ യൂസ് ചെയ്യുക. Begin to avoid urine, letting the first 20 to 25 ml pass into the toilet. Position the cup in the stream of the urine until the container is about 1/2 to 2/3 full. Finish voiding into the toilet. ആദ്യത്തെ നമ്മുടെ യൂറിൻ എന്ന് പറയുന്നത് 20-25 ml നമ്മുടെ ടോയ്ലറ്റിലേക്ക് പാസ് ചെയ്തതിന് ശേഷം ഒരു 1/2 to 2/3 ഫുള്ളാവുന്നോടം വരെ നമ്മൾ യൂറിൻ ആ കണ്ടെയ്നറിനകത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ കളക്ഷൻ സ്റ്റോപ്പ് ചെയ്യുക. ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ദ യൂറിൻ സ്പെസിമെൻ, സ്ക്രൂ ദ ലിഡ് ഓൺ ടൈറ്റ്ലി. അഗെയിൻ ബീങ് കെയർഫുള്ളി ടു അവോയ്ഡിങ് ടച്ചിങ് ഇൻസൈഡ് ദ കണ്ടെയ്നർ ഓർ ലിഡ്. അതായത് നമ്മൾ സ്പെസിമെൻ എടുത്തതിന് ശേഷം നമ്മുടെ ലിഡ് ടൈറ്റായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കുക. കെയർഫുള്ളായിട്ട് ചെയ്യുക. നമ്മൾ ഇൻസൈഡിൽ കണ്ടെയ്നറിൻ്റെ ഇൻസൈഡിലോ ലിഡിലോ നമ്മൾ കൈ കൊണ്ട് തൊടാൻ പാടില്ല. Bring the specimen in the lab within 1 hour of collection or store refrigerator for 24 hours. അതായത് ആദ്യത്തെ ഫസ്റ്റ് ഹവറിനുള്ളിൽ തന്നെ നമ്മൾ സ്പെസിമെൻ ലാബിലേക്ക് നമ്മൾ കണ്ടെയ്ൻ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ 24 മണിക്കൂറിൽ ഉള്ളിൽ നമുക്ക് കൊണ്ടുകൊടുത്താൽ മതി. പക്ഷേ അത് റെഫ്രിജറേറ്ററിൽ നമ്മൾ സൂക്ഷിക്കണം. ഡേർട്ടി സ്പെസിമെൻ. ദ പേഷ്യൻ്റ് ഈസ് ഗിവൻ എ സ്റ്റെറൈൽ യൂറിൻ കപ്പ് ആൻഡ് ടോൾഡ് ടു ക്ലീൻ ആസ് സ്റ്റാർട്ടഡ് എബവ് ഫോർ എ ക്ലീൻ ക്ലാഷ്. They are then instructed to collect the first part of the void stream, filled the container 1/2 to 2/3 full and finishing voiding into the toilet. Applying the cap tightly and label the cup. അതായത് നമ്മുടെ ക്ലീൻ ക്ലാക്ക് സ്പെസിമിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ പേഷ്യൻസിന് കൊടുക്കുന്നു. അതിനകത്തേക്ക് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ യൂറിൻ നമ്മൾ എടുക്കുന്നു. ബാക്കി നമ്മൾ ടോയ്ലറ്റിലേക്ക് നമുക്ക് പോകാം. ടൈറ്റായിട്ട് അതിൻ്റെ ലിഡ് അടച്ചിട്ട് ലേബൽ ചെയ്തിട്ട് നമുക്ക് ലാബിൽ കൊണ്ട് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. ദെൻ കാത്തീട്രൈസ്ഡ് സ്പെസിമെൻ.
These specimens are collected by specially trained person only. അതായത് ഇത് നമ്മുടെ സ്പെഷ്യലായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസിന് കളക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൈപ്പ് ഓഫ് മെത്തേഡ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ്റെത്. ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടെ നോക്കാനുണ്ട്. നമ്മുടെ ആ ഒരു കണ്ടെയ്നർ, നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാനുണ്ട്. ദെൻ വൈഡ് മൗത്ത് ടു ഫെസിലിറ്റേറ്റ് കളക്ഷൻ ഫ്രം ഫീമെയിൽ പേഷ്യൻസ്. ഫീമെയിൽ പേഷ്യൻസിൻ്റെ നമ്മൾ കണ്ടെയ്നർ എന്ന് പറയുമ്പോഴത്തേനും വൈഡ് മൗത്ത് ആയിരിക്കണം. വൈഡ് ഫ്ലാറ്റ് ബോട്ടം ടു പ്രിവെൻറ്റ് ഓവർ ടേണിങ്. അതായത് അടിഭാഗം ബോട്ടം ഭാഗം വൈഡായിരിക്കണം, കാരണം അത് മറിഞ്ഞു വീഴാനോ തട്ടി തറയിൽ വീഴാനോ ഒന്നും ചാൻസ് വരാൻ പാടില്ല. ക്ലിയർ മെറ്റീരിയൽ ടു അലോ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ കളർ ആൻഡ് ക്ലാരിറ്റി. അതായത് നമ്മുടെ ആ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, കാരണം ആ ഒരു യൂറിൻ്റെ കളറും അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. Recommended capacity of the container is 50 ml, which allow 12 ml to specimen needed to microscopic analysis, additional specimen for repeat analysis, and enough room for the specimen to be mixed by filling the container. അതായത് കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി ഒരു 50 ml ആണ്. അതിൽ 12 ml ആണ് നമ്മൾ മൈക്രോസ്കോപ്പിക് അനാലിസിസിന് വേണ്ടി ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമ്മുടെ റിപ്പീറ്റ് അനാലിസിസിനും ഒക്കെ യൂസ് ചെയ്യുന്നു. Properly applied screw-top lid are less likely to leak than the snap-on lids. അതായത് ഒരു കണ്ടെയ്നർ കൂടുതലും സ്ക്രൂ ടോപ്പ് ലിഡ്സ് ആണ് ഉള്ളത്. അതായത് സ്ക്രൂ പോലെ നമ്മുടെ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന പോലത്തെ ലിഡാണ് ഉള്ളത്. അത് ലീക്കേജ് ഉണ്ടാവാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നത്. ഇവിടെ ഈ പിക്ചറിൽ കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും ഓൾമോസ്റ്റ് നമ്മുടെ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റെറൈൽ കണ്ടെയ്നറാണ്. ഇൻഡിവിജ്വലി പാക്കേജ്ഡ് സ്റ്റെറൈൽ കണ്ടെയ്നർ വിത്ത് സ്ക്രൂഡ് ക്ലോഷർ യൂസ്ഡ് ഫോർ മൈക്രോബയോളജിക്കൽ യൂറിൻ സ്റ്റഡീസ്. ഐഡിയൽ ടൈം ടു ഡു കൾച്ചർ ഇൻ ഹാഫ് ആൻ അവർ for specimen collection if not refrigerated. സ്റ്റെറൈൽഡ് കണ്ടെയ്നറാണ്. അതിൻ്റെ ക്ലോഷർ കണ്ടില്ലേ, നമ്മൾ ലിഡ് പോലെ നമുക്ക് സ്ക്രൂ ചെയ്ത് അടയ്ക്കാൻ പറ്റുന്നത് പോലെയാണ്. ഇത് മൈക്രോബയോളജിക്കൽ യൂറിൻ സ്റ്റഡീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐഡിയൽ ടൈം ടു ഡു കൾച്ചർ എന്ന് പറയുന്നത് ഹാഫ് ആൻ അവർ ആണ് ഫോർ സ്പെസിമെൻ കളക്ഷൻ. ഇത് ഇഫ് നോട്ട് റെഫ്രിജറേറ്റഡ്. അടുത്തത് ഈ ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ പേഷ്യൻസിൻ്റെ പേരും അവരുടെ ഏജും സെക്സും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഡേറ്റും ടൈമും, കളക്ഷൻ ചെയ്തതിന് ഡേറ്റും ടൈമും, ടെസ്റ്റ് ഏതാണ് ടെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അതും, പിന്നെ ലൊക്കേഷൻസും, പിന്നെ ഏത് ഫിസിഷ്യനാണ് അവരെ നോക്കുന്നത് അത് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ലേബൽസ് മസ്റ്റ് ബി അറ്റാച്ച്ഡ് ടു ദ കണ്ടെയ്നർ, നോട്ട് ടു ദ ലിഡ്. ലിഡിലല്ല, അത് കണ്ടെയ്നറിനകത്തായിരിക്കും ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഷുഡ് നോട്ട് ബിക്കം ഡിറ്റാച്ച് ഇഫ് ദ കണ്ടെയ്നർ ഈസ് റെഫ്രിജറേറ്റഡ് ഓർ ഫ്രോസൺ. എന്തൊക്കെ കാരണം കൊണ്ടാണ് സ്പെസിമെൻ റിജക്ഷൻ ഉണ്ടാകുന്നതെന്ന് നോക്കാം. അണേബിൾഡ് കണ്ടെയ്നർ, നോട്ട് മാച്ചിങ് ലേബൽ ആൻഡ് റിക്വഷൻ ഫോംസ്, ഇൻകംപ്ലീറ്റ് റിക്വഷൻസ്, സ്പെസിമെൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് ഓർ ടൈലഡ് പേപ്പേഴ്സ്, സ്പെസിമെൻ ഓഫ് ഇൻസഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി, സ്പെസിമെൻ ദാറ്റ് ഹാവ് ബീൻ ഇംപ്രോപ്പർലി ട്രാൻസ്പോർട്ടഡ്, ഇൻകറക്റ്റ് യൂറിൻ പ്രിസർവേഷൻ. അതായത് അണേബിൾഡ് ആയിട്ട് ലേബൽ ചെയ്യാത്ത കണ്ടെയ്നർ, പിന്നെ നമ്മുടെ ലേബലിനുമായിട്ട് മാച്ച് ചെയ്യാത്ത കണ്ടെയ്നർ, പിന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റിക്വഷൻസ്, പിന്നെ ടോയ്ലറ്റിൻ്റെ പേപ്പേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്ക്രീഷൻസോ ടോയ്ലറ്റ് പേപ്പേഴ്സോ അങ്ങനെയൊക്കെ സ്പെസിമിനകത്ത് കണ്ടാമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇൻസഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിലുള്ള സ്പെസിമിൻസ്, പിന്നെ ഇംപ്രോപ്പർലി ട്രാൻസ്പോർട്ട് ചെയ്യാത്തത്, പിന്നെ ഇൻകറക്റ്റ് യൂറിൻ പ്രിസർവേഷൻ, ഇങ്ങനത്തതൊക്കെ നമ്മൾ ലാബിൽ നിന്നും സ്പെസിമെൻസ് റിജക്ഷൻ ചെയ്യും. ടൈപ്പ് ഓഫ് യൂറിൻസ് നമ്മൾ നേരത്തെ നോക്കിയതുമായിട്ട് നമ്മൾ എടുക്കുന്നത് റൊട്ടീൻ സ്ക്രീനിങ്ങിനും, ഫസ്റ്റ് മോർണിംഗിൽ എടുക്കുന്നത് റുട്ടീനും, പിന്നെ പ്രഗ്നൻസി ടെസ്റ്റും വേണ്ടിയിട്ടാണ്. ഓർത്തോസ്റ്റാറ്റിക് പ്രോട്ടീനൂറിയയ്ക്കും വേണ്ടിയിട്ടാണ്. ഫാസ്റ്റിങ്ങിൽ എടുക്കുന്നത് ഡയബറ്റിക് സ്ക്രീനിങ്ങിനും മോണിറ്ററിങ്ങിനുമാണ്. 2 hour പോസ്റ്റ് പാനലിലാണെങ്കിൽ ഡയബറ്റിക് മോണിറ്ററിങ്ങിനാണ്. ഗ്ലൂക്കോസ് ടോളറൻറ്റ് ടെസ്റ്റ് ആണെങ്കിൽ GTT സാമ്പിളിന് വേണ്ടിയിട്ടാണ്. പിന്നെ കാത്തറ്റൈസ്ഡ് ആകുമ്പോൾ ബാക്ടീരിയൽ കൾച്ചറും, മിഡ് സ്ട്രീം ക്ലീൻ ക്രാച്ച് റുട്ടീൻ സ്ക്രീനിങ്ങിനും ബാക്ടീരിയൽ കൾച്ചറിനും വേണ്ടിയിട്ടാണ്. സുപ്രാപൂബിക് ആസ്പിറേഷന് ബ്ലാഡർ യൂറിൻ ഓഫ് ബാക്ടീരിയൽ കൾച്ചർ അല്ലെങ്കിൽ സൈറ്റോളജിക്ക് വേണ്ടിയിട്ട്. 3 glass കളക്ഷന് പ്രോസ്റ്റാറ്റിക് ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്.
റാൻഡമായിട്ട് കളക്ട് ചെയ്യുന്ന സ്പെസിമിനെ കുറിച്ചും അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജും നമ്മൾ നോക്കാം. മോസ്റ്റ് കോമൺലി റിസീവ്ഡ് സ്പെസിമിൻ ആണ് ബിക്കോസ് ഈസി ടു കളക്ഷൻ ആൻഡ് കൺവീൻസ് ഫോർ ദ പേഷ്യൻസ്. അതായത് സ്പെസിമിൻ കളക്ട് ചെയ്യാനും കൺവീൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. കളക്റ്റഡ് അറ്റ് എനി ടൈം ബട്ട് ദ ആക്ച്വൽ ടൈം ഓഫ് വോയിഡിങ് ഷുഡ് ബി റെക്കോർഡഡ് ഓൺ ദ കണ്ടെയ്നർ. അത് ഏത് സമയം വേണമെങ്കിലും നമുക്ക് യൂറിൻ കളക്ട് ചെയ്യാം. പക്ഷേ കളക്ട് ചെയ്യുന്ന ആ ടൈം നമ്മുടെ ആ ഒരു കണ്ടെയ്നറിൻ്റെ ബോട്ടിലിനകത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തിരിക്കും. യൂസ്ഫുൾ ഫോർ റുട്ടീൻ സ്ക്രീനിങ് ടെസ്റ്റ്. ഇത് റുട്ടീൻ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേനും ഷോ ഇറർനെസ് റിസൾട്ടിങ് ഫ്രം ഡയറ്ററി ഇൻടേക്ക് ഓർ ഫിസിക്കൽ ആക്ടിവിറ്റി ജസ്റ്റ് ബിഫോർ കളക്ഷൻ. അതായത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് മെയിനായിട്ട് പറയുന്നത് നമ്മൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കഴിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ പേരിലോ നമുക്ക് ചിലപ്പോൾ എറർനെസ് ഒക്കെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദ പേഷ്യൻസ് വിൽ ദെൻ ബി റിക്വസ്റ്റഡ് ടു കളക്ട് അഡീഷണൽ സ്പെസിമിൻ അണ്ടർ മോർ കൺട്രോൾഡ് കണ്ടീഷൻസ്. ഈ പേഷ്യൻസ് പിന്നെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് സ്പെസിമിൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ നോക്കാം. അറ്റ് ദ ലാബ്, when a timed collection is completed, the specimen should be delivered without delay in the clinical laboratory. നമ്മൾ സ്പെസിമിൻ എടുത്തതിന് ശേഷം ഒരുപാട് സമയം നോക്കി നിൽക്കാതെ ഡിലേ ആവാതെ നമ്മുടെ ലാബിനകത്തേക്ക് കൊണ്ടുകൊടുക്കണം. The volume should be measured by using graduated cylinder or by weighting the container and the urine when pre-weighted on uniform container as used. നമ്മുടെ കണ്ടെയ്നറിനകത്ത് യൂറിൻ്റെ വെയിറ്റ് അളക്കുക. അത് ഗ്രാജുവേറ്റഡ് സിലിണ്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്രീ വെയ്റ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. For a specimen is transferred into small container for each of the ordered testes must be thoroughly mixed into the ensure homogeneity. നമ്മുടെ സ്പെസിമിന് ഡോക്ടർ തരത്തില്ല ഒരുപാട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മാൾ കണ്ടെയ്നറിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യണം, തറോലി മിക്സ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഹോമോജെനിറ്റിക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി, വോളിയം ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദ യൂറിൻ ഓൾ മേ വേരി ത്രൂ ദ കളക്ഷൻ പീരീഡ്. അതായത് നമ്മുടെ ഗ്രാവിറ്റിയും വോളിയവും കോമ്പോസിഷനും ഒക്കെ വേരിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് കളക്ഷൻ്റെ സമയത്ത്. അടുത്തതാണ് യൂറിൻ സ്റ്റോറേജ്. ആൾ സ്പെസിമിൻ ഷുഡ് ബി റെഫ്രിജറേറ്റഡ് 2 degree to 8 degree Celsius or kept on the ice during the collection. The period and may also required addition of a chemical preservatives. അതായത് നമ്മൾ സ്പെസിമിൻ കളക്ട് ചെയ്തതിന് ശേഷം 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ തണുപ്പിനകത്ത് റെഫ്രിജറേറ്ററിലേക്ക് സൂക്ഷിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കെമിക്കൽ പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യണം. ദ പ്രിസർവേറ്റീവ് ചൂസൺ മസ്റ്റ് ബി നോൺ ടോക്സിക് ടു ദ പേഷ്യൻസ് ആൻഡ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദ ടെസ്റ്റ് ടു ബി പെർഫോംഡ്. അതായത് ഈ പ്രിസർവേറ്റീവ്സ് നമ്മൾ എടുക്കുമ്പോഴത്തേനും അത് നോൺ ടോക്സിക് ആയിരിക്കണം. മാത്രമല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ കറക്റ്റായിട്ടുള്ള റീഡിങ്സ്, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആ യൂറിൻ ആണെങ്കിൽ അനലൈസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻ്റർഫറൻസ് തരാതിരിക്കാൻ വേണ്ടി ആ ടെസ്റ്റിനെ നമ്മൾ ഒരിക്കലും ബാധിക്കരുത് നമ്മൾ ആഡ് ചെയ്ത പ്രിസർവേറ്റീവ്സ്. ഇഫ് ഓൺലി ആൻ അലിക്വറ്റ് ഈസ് നീഡഡ് ഫോർ ടെസ്റ്റിംഗ്, ദ എമൗണ്ട് ഈസ് സേവ്ഡ് മസ്റ്റ് ബി അഡിക്വേറ്റ് ടു പെർമിറ്റ് റിപ്പീറ്റ് ഓർ അഡീഷണൽ ടെസ്റ്റിംഗ്. ഈ ടെസ്റ്റിങ്ങിന് ഒരു അലിക്വറ്റ് എമൗണ്ട് ആവശ്യമുള്ളൂ എങ്കിൽ കൂടിയും എന്തോ ചെയ്യണം, ഇത് റിപ്പീറ്റ് ആയിട്ടുള്ള അഡീഷണൽ ടെസ്റ്റിങ്ങിനൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.